ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണവും രുചിയും അതുപോലെ തന്നെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പഴുത്ത മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ നല്ലപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ തൊലിയൊന്ന് മാറ്റി കുറച്ച് ഭാഗം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ ആ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ പൂളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മാങ്ങ എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം മാങ്ങ, ഒരു മാങ്ങയുടെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ അടിക്കാനായിട്ട്. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടണം, മാങ്ങയുടെ ആ മണം നല്ലപോലെ കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടി. ഞാൻ പാൽപ്പൊടിയും പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പം നമ്മുടെ മാങ്ങ എല്ലാം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കുക. അപ്പോൾ ഡബിൾ ഗോൾഡ്സിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം മിക്സാക്കി എടുക്കാം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ളതായ പഴുത്ത മാങ്ങയുടെ കൂട്ടില്ലേ, അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അത്രയും വേണ്ടി വരും. ഞാൻ ഏകദേശം ഒരു 4 കുറ്റി പുട്ടിന് കണക്കാക്കി ഇതെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മാവ് ഇപ്പോൾ ഇച്ചിരി ഉള്ളെങ്കിൽ ഈ മാവ് നല്ലോണം പൊലിച്ച് വരും. അപ്പോൾ മാങ്ങയുടെ ആ അടിച്ചു വെച്ച കൂട്ട് മൊത്തവും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ കുഴച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് കണ്ടോ. വെള്ളമെല്ലാം പരുവത്തിന് കിട്ടിയിട്ട് ഇനി നമുക്കിത് നല്ലപോലെ കട്ടയില്ലാതെ ഉടച്ചെടുക്കാം. നല്ലപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുവാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടി കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് നല്ല ഒരു കൈപ്പിടി തേങ്ങ ഇച്ചിരി ഏറെ ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണെന്നറിയാം. അപ്പോൾ ഇച്ചിരി തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ നല്ലപോലെ മിക്സാക്കി ഈ തേങ്ങ ഈ മാവേലെല്ലാ സ്ഥലത്തും പിടിച്ച് ഈ തേങ്ങ നമ്മളിങ്ങനെ ഞെരടി കൊടുക്കുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു മണമുണ്ടല്ലോ, അതൊക്കെ ഈ മാവിനകത്ത് കിട്ടണം. അതിനനുസരിച്ച് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് വെള്ളം അടുപ്പത്ത് ഞാൻ തിളയ്ക്കാനായിട്ട് പുട്ടുകുടത്തി വെച്ചിട്ടുണ്ട്. കുറ്റിക്ക് നിറച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ആദ്യം പുട്ടുകുറ്റിക്കകത്ത് ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ്. അതിൻ്റെ ആ മണമൊന്നും പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വീണ്ടും മാവ് നിറച്ച് കൊടുക്കാം. ഒരു പകുതിയോളം മാവ് നിറച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും മാമ്പഴം അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും മാവ് നിറച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ പുട്ടിന് നിറയ്ക്കുന്ന രീതി അറിയാമല്ലോ, അതുപോലെ നമുക്ക് നിറച്ച് കൊടുക്കാം. ഇത് മാത്രം മതി. ഇതിന് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത് കഴിക്കാനെന്ന് വെച്ചാൽ ഇതിന് നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ ഈ പാൽപ്പൊടിയുടെ മണം, തേങ്ങ നമ്മളിട്ട് നല്ലപോലെ ഞെരടിയെടുക്കുന്ന ആ തേങ്ങാപ്പാലിൻ്റെ മണം, പിന്നെ എന്താ പറയുക, ആവശ്യത്തിനുള്ള മധുരമുണ്ട്. എന്നാൽ ഒത്തിരി മധുരം ഞാൻ ചേർത്തിട്ടില്ല. മാമ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം നല്ലപോലെ നിറച്ചതിന് ശേഷം മണ്ടയ്ക്ക് ഇതുപോലെ നമുക്ക് പഴുത്ത മാങ്ങയും തേങ്ങാപ്പീരയും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് കറിയോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒത്തിരി താമസമൊന്നുമില്ല. പിന്നെ ഇതാ നമ്മുടെ വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കഴിക്കുന്നവരുണ്ട്, ഇത് ഉണ്ടാക്കി കഴിക്കുന്ന ഒട്ടും അറിഞ്ഞൂടാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ പുട്ടിൻ്റെ ആവി വന്നിട്ട് ഈ സമയം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ആവി വന്നതിന് ശേഷം മാത്രം എടുക്കുക, അല്ലെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടത്തില്ല.
അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ പുട്ട് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പൊട്ടിപ്പോയൊന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി മാങ്ങാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം കേട്ടോ. അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.